എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഒരുപാട് കാലമായി നിങ്ങളെ മുന്നിൽ ഇങ്ങനെ വന്നിട്ട് ഒരുപാട് പ്രൊഡക്റ്റ് റിവ്യൂസ് നിങ്ങൾ വീഡിയോയിൽ കാണാറുണ്ടാവും, അതുപോലെ തന്നെ ഹോം ടൂൾസ് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടാവും. പക്ഷേ ഞാൻ മുമ്പൊക്കെ ഈ ചാനലിൽ തുടക്കത്തിൽ ചെയ്തിരുന്ന ഞാൻ ഇങ്ങനെ ഫേസ് ടു ഫേസ് നിന്നിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. അപ്പോൾ കുറച്ച് കാലമായിട്ട് കുറച്ച് തിരക്കിലൊക്കെ ആയിട്ടേ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ളൊരു മൂഡ് ഉണ്ടാവാറില്ല, അതുപോലെ തന്നെ ടൈം കിട്ടാറില്ല. ജസ്റ്റ് ഒന്നൊരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ, ഇന്നൊരു സൺഡേ ആണ്, അപ്പോൾ ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നൊരു നമ്മൾ മുമ്പ് ചെയ്തിരുന്നൊരു വീഡിയോ, അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഫാക്ടറി ഗ്രാനൈറ്റിൻ്റെ കട്ടിങ്ങിൻ്റെ ഒക്കെ ഫാക്ടറി, ഇപ്പോൾ അതുപോലെ കട്ടിങ് പോളിഷിങ് നടക്കുന്ന ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫാക്ടറിയുടെ കുറച്ച് വീഡിയോസ് ഞാൻ വീഡിയോയിൽ രണ്ട് പാർട്ടായിട്ട് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ഞാനത് നല്ലൊരു ഉദ്ദേശത്തോടു കൂടി എല്ലാ കാര്യങ്ങളും കൂട്ടിയിട്ടുണ്ടാക്കിയ വീഡിയോ ആയിരുന്നു. ഒരുപാട് ലെങ്ത് ഉള്ള വീഡിയോ ആയിരുന്നു. പക്ഷേ അത് ചെയ്തപ്പോൾ പല ആളുകളും പല അഭിപ്രായം ഉണ്ടായിരുന്നു. ഇത്ര തന്നെ ലെങ്ത് വേണ്ട, അതുപോലെ തന്നെ ഇതിനകത്തൊന്നും അവർക്കൊന്നും കണ്ടൊന്നും മനസ്സിലാവണില്ല, ഒന്നും വ്യക്തമാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ 2 പാർട്ടുള്ള വീഡിയോസ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയിട്ട് തന്നെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വിവരിച്ചു തരുന്ന രീതിയിൽ ഒരു കാര്യങ്ങളായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരിട്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കൂടുതലായിട്ട് ഞാൻ ഈ വീഡിയോയും അതുപോലെ തന്നെ വലിച്ചു നീട്ടുന്നില്ല, കൂടുതലായിട്ട് ഡീറ്റെയിൽ പറയാം. ഒരു ഗ്രാനൈറ്റ് നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഗ്രാനൈറ്റ് ആയി മാറുന്നത് വരെയുള്ള പ്രോസസ്സിങ് കാര്യങ്ങളാണ് ഞാനിപ്പോൾ എനിക്ക് പറഞ്ഞിരുന്നത്. അതിനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിത് ഈ കല്ല് കിട്ടുന്നത് കോറിയിൽ നിന്നാണ്, ഗ്രാനൈറ്റ് കോറിയിൽ നിന്നാണ് നമുക്ക് കല്ല് കിട്ടുക. അപ്പോൾ അത് ഗ്രാനൈറ്റ് കോറിയിൽ നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ നാട്ടിൽ കാണുന്ന കോറികളെ പോലത്തെ അതിൻ്റെ ഒരു 10-20 വലിപ്പമുള്ള കോറികളിൽ നിന്ന് നമ്മളെടുക്കുന്ന കല്ലിനേക്കാൾ ഒരു 100 ഇരട്ടിയോളം വലിപ്പമുള്ള രീതിയിലുള്ള കല്ലുകളായിരിക്കും അവർ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്. അവരത് പ്ലാസ്റ്റിക്കിലൂടെയോ അതല്ലെങ്കിൽ നെറ്റ് ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ടോ പല രീതിയിലും ചെയ്യാറുണ്ട്. ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്ന രീതിയിലുണ്ട്. പല രീതിയിൽ പല കോറികളും പല മെത്തേഡാണ്. ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഫുട്ടേജസ് ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെയൊക്കെ ഏകദേശം രീതികളൊക്കെ, ചില രീതിയിലുള്ള മെത്തേഡ്സൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ള വീഡിയോസ്, എൻ്റെ കയ്യിലുള്ള വീഡിയോസ് ഇനി ഫ്യൂച്ചറിൽ ഞാൻ കാണുമ്പോൾ അതും നമുക്ക് യൂട്യൂബ് ചാനലിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത കല്ലുകൾ നമ്മൾ ക്രെയിൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ലോറിയിൽ നിന്ന്, അപ്പോൾ ഈ ഫാക്ടറിയും അതുപോലെ തന്നെ കോറിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഒരുപാട് കിലോമീറ്റർ വ്യത്യാസം ഉണ്ടാവും. 30, 40, 50, 100, 120, 200 കിലോമീറ്റേഴ്സുള്ള വ്യത്യാസമുള്ള ഫാക്ടറികൾ വരെ ഉണ്ട്. അപ്പോൾ എവിടെയാണോ നമുക്ക് എവിടെ നിന്നാണ് കല്ല് അവൈലബിൾ ആവുന്നത് അവിടുന്ന് അവരെ തേടി പിടിച്ച്, ഇപ്പോൾ നമ്മളൊക്കെ പല ഭാഗത്ത് രാജസ്ഥാനിലും ആന്ധ്രയിലൊക്കെ പോയി കല്ല് കൊണ്ടുവരുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഫാക്ടറിക്കാരും എവിടെ നിന്നാണ് അവർക്ക് നല്ല ഇഷ്ടപ്പെട്ട കല്ല് കിട്ടുന്നത് നോക്കിയിട്ട് അവരടുത്ത് ആ കോറിയിൽ പോയിട്ട് എടുത്തിട്ട് അവരത് ലേലം വിളിച്ചെടുത്തിട്ടോ അല്ലെങ്കിൽ ആ കോറി ലീസിനെടുത്തിട്ടോ ചെയ്യാറ്. അവരതങ്ങനെ എടുത്തിട്ട് കോറിയിൽ നിന്ന് കല്ല് കട്ട് ചെയ്തെടുക്കും. ഈ കല്ല് അവരൊന്ന് അനലൈസ് ചെയ്യും. പല രീതിയിലുള്ള അനലൈസ്മെന്റ്, പല ആൾക്കും ഇതിനുള്ള എക്സ്പേർട്സിന് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ കല്ലിന് പൊസിഷൻസ് ഉണ്ട്, ഏത് രീതിയിൽ കട്ട് ചെയ്താലാണ് ഇതിൻ്റെ കളർ കിട്ടുക. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നത് ബ്ലാക്ക് ഗ്രാനൈറ്റ് പ്രോസസ് ചെയ്യുന്ന ഫാക്ടറിയെ കുറിച്ചാണ്. അപ്പോൾ അവർക്കത് കണ്ടാൽ മനസ്സിലാവും ഏത് രീതിയിൽ കട്ട് ചെയ്താലാണ് ഇതിന് കൂടുതൽ ബ്ലാക്ക് വരിക. അതിനകത്ത് ബ്ലാക്കിനകത്ത് ഡോട്ട്സ് ഉണ്ടോ. അപ്പോൾ നമ്മൾ ഷെയ്ഡ് കട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഷെയ്ഡ്സിനകത്ത് മാറ്റം വരും, ഫ്ലവേഴ്സിനകത്ത് മാറ്റം വരും. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് അതിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള പൊസിഷൻ കിട്ടിയ കല്ലുകൾ അവർ സെലക്ട് ചെയ്യും. അത് അവരെടുത്ത് കൊണ്ടുവന്ന് ഫാക്ടറിയിൽ വെക്കും. ഫാക്ടറിയിൽ എത്തിക്കഴിഞ്ഞാൽ ഫാക്ടറിയിൽ നിന്നുള്ള ബാക്കിയുള്ള പ്രോസസ്സറിലും മെഷീൻസാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അത് ക്രെയിൻസ് ഉപയോഗിച്ച് അവരത് അൺലോഡ് ചെയ്യും, ലോറിയിൽ നിന്ന് അൺലോഡ് ചെയ്തിട്ട് അവർ സ്റ്റോക്ക് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ഒരുപാട് കല്ലുകൾ ഉണ്ടാവും അവരുടെ കയ്യിൽ. ഓരോ കല്ലുകൾ കിട്ടും. കാരണം കോറിക്കിൽ 6 മാസം പ്രവർത്തിച്ചാൽ ചിലപ്പോൾ 6 മാസം പ്രവർത്തിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം മഴ കാരണം കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടൊക്കെ കല്ലുകൾക്ക് അവൈലബിലിറ്റി കുറയും. അതല്ലെങ്കിൽ ചില ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ കല്ല് വളരെ ഷോർട്ടായിരിക്കും, ക്വാളിറ്റി വളരെ കുറയും. സോ അതുകൊണ്ട് തന്നെ അവർ എപ്പോഴാണ് അവർക്ക് നല്ല ക്വാളിറ്റി കല്ല് കിട്ടുന്നത്, ആ കല്ല് കിട്ടിയാൽ ഉടനെ അവർ അതിൻ്റെ കൂടുതൽ ബാക്കിയുള്ള കല്ലുകൾ കൊണ്ട് പർച്ചേസ് ചെയ്തിട്ട് സ്റ്റോക്ക് ചെയ്യും. എല്ലാ ഫാക്ടറിക്കാരും ചെയ്യാറതാണ്. ഇങ്ങനെ ചെയ്തിട്ട് ഈ കല്ല് അവരെന്ത് ചെയ്യുന്നൊരു കറക്റ്റ് സൈസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അവർക്ക് വേണ്ട ലെങ്ത്തും. ഇപ്പോൾ വലിയ സ്ലാബ് ഒരു റൂമിനോളം വലിപ്പമുള്ള രീതിയിലുള്ള പാറകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒന്നിച്ച് അവരുടെ ഫാക്ടറിയിൽ അവർ മെഷീനകത്തോട്ട് കയറിക്കൊള്ളുന്നില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യും, അവർക്ക് വേണ്ട സൈസിനകത്ത് അവർ അതിന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കും. ചിലപ്പം ഒരു കല്ലിനെ തന്നെ 2 ആക്കിയിട്ടോ അല്ലെങ്കിൽ 3 ആക്കിയിട്ടോ 4 ആക്കിയിട്ടോ ഭാഗിക്കും. എന്നിട്ട് ഈ ഭാഗിച്ച കല്ലിനെ വീണ്ടും അവരെന്ത് ചെയ്യും, നേരെ ഇതിനകത്തൊരു ഫ്രെയിമുണ്ട്, ആ ഫ്രെയിമിനകത്തോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനകത്ത് പിന്നെ കട്ടിങ്ങിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ എഡ്ജും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കുന്ന പ്രോസസ്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ആ ഒരു ഫ്രെയിം ഞാൻ ഇതിനകത്ത് കാണിച്ചാൽ സ്റ്റാൻഡ് ഉണ്ട്, നമുക്ക് ട്രോളി എന്ന് പറയും. ഈ ട്രോളിനകത്തോട്ട് വെച്ചിട്ട് അതിൻ്റെ കറക്റ്റ് മട്ടവും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയതിനു ശേഷം അവരെന്ത് ചെയ്യും, പിന്നെ അത് ബ്ലേഡ്സ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യും.
ചെയ്യുന്നത് അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രോസസ്സിങ് എന്ന് വെച്ചാൽ അതിന് വേണ്ടി മാത്രം, ഗ്രാനൈറ്റിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ബ്ലേഡ്സാണ്. അത്രയും വലിയ ബ്ലേഡാണ്. ഒരു റൂമിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു മെഷീനേ വെക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ 3-4 റൂമുകൾ ഉണ്ടാവും ഓരോ ഫാക്ടറിയിൽ. അപ്പോൾ അത് വെച്ചിട്ട് അവരധികം കട്ട് ചെയ്ത് മൊത്തം സ്ലൈസ് ചെയ്യും. ഈ അവിടെ നിന്നുള്ള അതിന് ശേഷമുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രെഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ആഡ് ചെയ്ത് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു സെറ്റിൽ തന്നെ ഒരു 10-15 അല്ലെങ്കിൽ 8-10 ബ്ലേഡുകൾ ഒരു കയ്യിലുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു 10 സെറ്റും നമുക്ക് ഏകദേശം ഒരേ തിക്നെസ്സിലാണ് കിട്ടുക. അതിനുശേഷം പിന്നെ ആ ഒരു സെറ്റ് മാറ്റും. അപ്പോഴും അവിടെ നിന്നും വരുന്ന 10 ഒരേ സൈസിലാണ്, തിക്നെസ്സിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ബ്ലേഡുകൾ തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കൃത്യമായിട്ട് അത് മെഷീൻ തന്നെ സെറ്റ് ചെയ്യുന്നതായതുകൊണ്ട് അതിനകത്ത് മാറ്റം വരാൻ സാധ്യതയില്ല. മുമ്പൊക്കെ മുമ്പൊക്കെ ഉണ്ടായിരുന്നത് ഒരു ബ്ലേഡ് തന്നെ ആയിരുന്നു. ആ ഒരു ബ്ലേഡ് ഇപ്പോൾ ഒരു സ്ലാബിനെ നമുക്കൊരു 50 പീസ് ആകണമെങ്കിൽ 50 പ്രാവശ്യം ആ ബ്ലേഡ് തന്നെ കട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരു 10 ബ്ലേഡ് 5 പ്രാവശ്യം കട്ട് ചെയ്യുമ്പോഴേക്ക് 50 സ്ലാബ് ഒരുമിച്ച് നമുക്ക് കിട്ടുക ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോഴത്തെ പ്രോസസ്സിങ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോയിൽ കണ്ടല്ലോ. ഇനി നമുക്ക് വരുന്നത് ഈ കല്ല് നമ്മൾ അനലൈസ് ചെയ്യാം. ഈ കല്ലിനകത്ത് എങ്ങനെയുണ്ട്, ക്രാക്ക് ഉണ്ടോ, ഫില്ലിംഗ് ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ആ ക്രാക്കൊക്കെ ഉള്ള ഭാഗങ്ങളെ അത് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യും, അവർ ഒഴിവാക്കും. ചില കേസിൽ ഇനി പറയുന്ന കാര്യങ്ങൾ എല്ലാ കല്ലുകൾക്കും ഇല്ല കേട്ടോ. ചില കല്ലുകൾക്ക് ക്വാളിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ ചില ടൈപ്പ് മെറ്റീരിയൽസിന് ഇവരെന്ത് ചെയ്യും, ഇതിനകത്ത് ഇപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് അപ്പോക്സി ആഡ് ചെയ്യും. അത് വല്ലതല്ലെങ്കിൽ ബ്രൗണോ കല്ലുകൾ വേറെ ഏതെങ്കിലും കളറാണെങ്കിൽ അത് ആ കളർ അപ്പോക്സി ആഡ് ചെയ്യും. അപ്പോൾ ചില കേസിൽ ഇത് നല്ല ചൂടായി നിൽക്കുന്ന ഭാഗത്താണ് ചിലപ്പോൾ കല്ല് പിടിച്ചെടുക്കും. പക്ഷേ നമ്മൾ കൃഷ്ണഗിരി പോലത്തെ അതുപോലത്തെ അതല്ലെങ്കിൽ കമ്പം പോലത്തെ കല്ലുകളിലൊന്നും ഞാൻ ഇതുവരെ അങ്ങനത്തെ ഈ കളർ പിടിക്കുന്ന കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. കാരണം കളർ പിടിക്കാൻ കഴിയില്ല, അത്രയും ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസാണ് കൃഷ്ണഗിരിയൊക്കെ പോലത്തെ മെറ്റീരിയൽസ്. ചില മെറ്റീരിയൽസ് നമ്മളകത്ത് അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇത് ഈ ഫ്ലോറിങ്ങിന് വരുന്ന മെറ്റീരിയൽസ് ഉണ്ട്. നമ്മൾ പാരഡൈസ്, റെഡ് പാരഡൈസ്, അതല്ലെങ്കിൽ റെഡ് മെറ്റീരിയൽസ് ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. അങ്ങനെ കളർ അപ്ലൈ ചെയ്യുന്ന ചില മെറ്റീരിയൽസ് ഉണ്ട്. ഈ ചില മെറ്റീരിയൽസ് നമ്മൾ അങ്ങനത്തെ കല്ലുകൾ ഫ്യൂച്ചറിൽ നമുക്ക് കാണാൻ പറ്റും, പൊളിഞ്ഞു പോകുന്നത് കാണാൻ പറ്റും. അതല്ലാതെ ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ഈ ടാൻ ബ്രൗൺ, സഫാരി ബ്ലൂ, അതേപോലെ തന്നെ ബ്ലാക്കിനകത്ത് ചില മെറ്റീരിയൽസ്, ഇതിനകത്തൊന്നും നമ്മൾ ഈ കളർ അപ്ലൈ ചെയ്താലും ആ കളർ എവിടെയെങ്കിലും പോറസ് ഉണ്ടെങ്കിൽ അതിനകത്തോടെ ഇറങ്ങുക ചെയ്യുക. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അത് അതേപോലെ റിമൂവ് ചെയ്ത് പോകും, പോളിഷ് ചെയ്യുന്ന സമയത്ത് റിമൂവ് ചെയ്ത് പോകും കേട്ടോ.
നമ്മൾ കല്ലെടുക്കുമ്പോഴും ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസ് നോക്കിയെടുക്കാൻ ശ്രമിക്കണം, നമ്മൾ ഏത് കല്ലാണെങ്കിലും. അപ്പോൾ അങ്ങനെ ഈ രീതിയിൽ നമ്മൾ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് എപ്പോക്സി ചെയ്ത് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒരു ദിവസത്തോളം ഉണങ്ങാൻ വെക്കും അവർ. അപ്പോൾ മാക്സിമം പിടിക്കാനുള്ളിടത്തോളം എന്തെങ്കിലും ചാൻസസ് ഉണ്ടെങ്കിൽ അത് പിടിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ മേലെ തന്നെ കോട്ടിംഗ് ആയിട്ട് നിൽക്കും. പിന്നെയുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇതിന് പോളിഷിങ് ടേബിൾ ഉണ്ട്. ഈ പോളിഷിങ് ടേബിളിനകത്ത് എത്തിക്കുക എന്നുള്ള ഈ പോളിഷിങ് ടേബിളിനകത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരത് ഭയങ്കര റിസ്കി പ്രോസസ്സാണ് ഈ സംഭവം. എന്നിട്ടത് പോളിഷ് ചെയ്യും. മെഷീൻ എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ മെഷീനായിരുന്നു. ഇതിനകത്തോടെ 4-5 ആളുകൾ കൂടി ഇരുന്നിട്ട് അത് ആ ടേബിളിനകത്ത് വെച്ചിട്ട് ഇവർ പോളിഷ് ചെയ്യുന്ന സമയം നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് പോളിഷ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ കാണുന്നുണ്ടാവുമെങ്കിൽ. ആ രീതിയിൽ അത് നമുക്ക് പോളിഷ് ചെയ്തെടുത്ത് എനിക്ക് തോന്നുന്നു ഓരോ സെറ്റും 8-10 കല്ലുകളൊക്കെ ഉണ്ടാവും ചില സമയത്ത് പോളിഷ് ചെയ്യാൻ. ഇതിൽ തന്നെ 2 തരം പോളിഷിംഗ് ഉണ്ട്, ഹാൻഡ് പോളിഷിംഗ് ഉണ്ട്, അതേപോലെ ഓട്ടോമാറ്റിക് പോളിഷിംഗ് ഉണ്ട്. ഈ ഓട്ടോമാറ്റിക് പോളിഷിംഗ് മെഷീൻ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോ അകത്തില്ല, കാരണം ഞാനിതെടുത്ത ഫാക്ടറിയിൽ അവർ ഹാൻഡ് പോളിഷിംഗ് ആണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ചെയ്യുന്നത് ബ്ലാക്ക് ഗ്രാനൈറ്റ്സ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ മാക്സിമം അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ഹാൻഡ് പോളിഷിംഗ് മെഷീനാണ്. കാരണം സ്ലാബിൻ്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഓരോ ടൈമിലും ആരുടെ റിക്വയർമെൻ്റ് ആണ് അനുസരിച്ച് അവരൊക്കെ അനുസരിച്ചാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോ അത് 3 mm ആണ് ഇതിൻ്റെ വരുന്നത്, തിക്നെസ് വരുന്നത്. ചില കേസിൽ അത് 2 mm ആയിരിക്കും, ചില കേസിൽ അത് 1.5 mm ആയിരിക്കും. അപ്പോൾ അവർക്ക് തിക്നെസ്സിനനുസരിച്ച് ആളുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചാണ് വളരെ കുറഞ്ഞ രീതിയിൽ കൂടുതലായിട്ട് ഒരുപാട് പോകുന്ന മെറ്റീരിയൽ അല്ല, ഇത് ആവശ്യത്തിനനുസരിച്ച് മാത്രം പോകുന്ന മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കാണ് എന്താണ് ആവശ്യം, ഏത് രീതിയിലാണ് ആവശ്യം, അവർ ആ രീതിയിലെല്ലാം അവർ ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഓട്ടോമാറ്റിക് മെഷീൻ്റെ ആവശ്യം വരുന്നില്ല. അവർക്ക് ഹാൻഡ് മെഷീനിങ് ആണ് ഇതിനെല്ലാം ഈ കാര്യങ്ങൾക്കെല്ലാം ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ ഈ രീതിയിലാണ് അവർ പോളിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
ചെയ്ത 2 വീഡിയോയിലും കാണിച്ചിരുന്ന പോലത്തെ ആ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനകത്ത് തന്നെ നമുക്ക് ഇവരെ വെള്ളം ഒഴിവാക്കുന്നതും അതുപോലെ തന്നെ ഇതിനകത്ത് വെള്ളത്തിൻ്റെ ഈ ഓപ്ഷൻസ്, വെള്ളം റിമൂവ് ചെയ്യുന്ന കാര്യങ്ങൾ, അതേപോലെ ഫിൽറ്റർ ചെയ്തെടുക്കുന്ന മാറ്റങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഈ വീഡിയോയിലുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും പോരായ്മയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പുതുതായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത് വരുന്ന വീഡിയോയിൽ ഞാൻ നിങ്ങൾ ഉൾപ്പെടുത്തിക്കോളാം. അപ്പോൾ പുതിയ വീഡിയോയും അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ ബൈ.